മഹാകവി ഉള്ളൂരിൻ്റെ ചിത്രശാലയിൽ നിന്നും തിരഞ്ഞെടുത്ത ഏതാനും ചില വരികളാണ് ഇവിടെ ചൊല്ലുവാൻ പോകുന്നത്. ഭാരതത്തിൽ സ്ത്രീകൾക്ക് മാന്യമായ പദവി കൽപ്പിക്കപ്പെട്ടിരുന്നില്ല എന്ന അമേരിക്കൻ വരുന്നയായ കാത്രിൻ മായോ അവരോടുള്ള ഒരു തുറന്ന മറുപടിയാണ് ചിത്രശാല എന്ന കാവ്യം. പതിപ്രാണ ഭാരതീയ പൗരുഷത്തിൻ താണ്ഡവക്കൂത്തരങ്ങു താൻ ദ്രൗപദി ദേവി. പെൺവടിവിലാൺമ വന്നു പൃഥിവിയിൽ പിറന്നതാണി മഹിളാമണി അതിന്നീഷലില്ലീഷൽ. ഭാരത പോർ ജയിച്ചതു ഫൽഗുനന്റെ ധനുസല്ല, മാരുതിതൻ മർമ്മഭിത്ത ഗദയുമല്ല, ശൗരിയുടെ ചക്രമല്ല, സാധ്വികൾക്കു മൂടി പൂൺപാം കാറോളിവാർ കുഴലിതൻ കൈശിക ഖഡ്ഗം. ആ ജഗതി ധൂമകേതു നാഗകേതു അരുൾ ചെയ്തു രാജസൂയ ജലാർദ്രമ ദ്രൗപദി കേശം. എന്നു തൊട്ടു തദനുജൻ അന്നു വിട്ടു കൗരവരെ പുണ്യലക്ഷ്മി കടാക്ഷിച്ചു കാസരവാഹൻ. അന്നഴിഞ്ഞ കബരിക്കു പിന്നെ എണ്ണ തടവൽ, ആ കണ്ണനുടെ കലർപ്പറ്റ കണ്ഠരക്തത്താൽ. പൂഴിയിങ്കലിഴയുമാ കാളഭോഗിയുടെ ഭുക്തി, പാഴനാമ പാതഗീതൻ പ്രാണമരുത്താൽ. ആവധൂവിൻ തപശക്തിയാർക്കു വാഴ്ത്താം വാസുദേവൻ, ഭാവശുദ്ധയവൾക്കെന്നു പ്രത്യക്ഷദാസൻ. തന്തുകൂലമഴിക്കുവാൻ ധാർത്തരാഷ്ട്രൻ തുടങ്ങവേ തന്തുവായ ശാലയായി ചൂതുമണ്ഡപം. മുറ്റുമവൾ കുലകിന്നു കുക്ഷി വരുത്തുവാൻ വറ്റുചീരയിലയൊന്നിൻ വഴങ്ങൽ പോരും. കൈക്കു കേറി പിടിക്കുന്ന കാമുകനെ പതിപ്പിക്കാൻ ദൃക്കിൽ നിന്നു തെറിക്കുന്ന തീപ്പൊരി പോരും. ദൃക്കിൽ നിന്നു തെറിക്കുന്ന തീപ്പൊരി പോരും. ദുർനയനാം ദ്രോണപുത്രൻ കൂരിരുട്ടിൽ തച്ചു കൊന്ന തന്നരിയ കീടാങ്ങൾ തൻ ശവങ്ങൾ കാൺകേ. കണ്ണുനീരിൽ കുളിച്ചീല, കൈകൾ മാറത്തലച്ചീല, തൊണ്ണകീറി കരഞ്ഞീല ദുർദാന്തമൂർത്തി. ഭീമനെ തൻ അന്തികത്തിലാനയിച്ചു ജഗതിക്കു രോമഹർഷമരുളിടും വാക്കേവമോദി. അങ്ങുമരുൾ സൂതനെങ്കിൽ ആജീവന സിംഹമെങ്കിൽ, അങ്ങയുടെ പാർഷദീതൻ വല്ലഭനെങ്കിൽ. മത്തനയമാരകമാം മത്തമതംഗജത്തിന്റെ മസ്തകസ്ഥമണി കുത്തിയടർത്തു ശീഘ്രം. അഗ്രജന്റെ മുടിക്കണിയാക്കുക ഞാൻ കണ്ടിടട്ടെ, കൈക്കലാമോ പുതിയൊരി കൽഹാര പുഷ്പം. കൈക്കലാമോ പുതിയൊരി കൽഹാര പുഷ്പം. ഇത്തരത്തിലാർക്കുരയ്ക്കാം കൃഷ്ണപൂക പൊതിഞ്ഞതാം ശുദ്ധശുചി മഹസൂതൻ സൂക്ഷ്മമോർത്തോളം. ആരു ചൊല്ലും അമ്മഹസിന്നരണിയാം ഭരതോർവി, ഭീരുവെന്നും, ദീനയെന്നും, അബലയെന്നും.
ആരു ചൊല്ലും അമ്മഹസ്സിന്നരണിയാം ഭരതോർവി ഭീരുവെന്നും ദീനയെന്നും അബലയെന്നും